ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് നോക്കുന്നത് SAT ചാപ്റ്റേഴ്സ് ക്ലാസ്സിൽ 7ാം ക്ലാസ്സിലെ പുതിയ പാഠപുസ്തകമായ ബേസിക് സയൻസിലെ 4ാമത്തെ ചാപ്റ്ററാണ് പ്രകാശം പ്രതിപദിക്കുമ്പോൾ. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. നോക്കിക്കേ, ഇവിടെ ഒരു ചിത്രം കാണിച്ചിട്ടുണ്ട്. ചിത്രത്തിൽ ഇവരെന്താ പറയുന്നത് നോക്കാം. അമ്മൂമ്മ എന്താ പറയുന്നത്? ഓ, ഈ ജനലിലൂടെ വെയിൽ വല്ലാതെ അകത്തേക്ക് വരുന്നു. ആ കർട്ടൻ നീക്കിയിടും മോളെ എന്ന് പറയുകയാണ്. കുട്ടി എന്താ ചിന്തിക്കുന്നത്? ജനാല അടഞ്ഞാണല്ലോ കിടക്കുന്നത്, പിന്നെ എങ്ങനെയാ വെയിൽ ഉള്ളിലെത്തുന്നത്? അപ്പോൾ ഒരു കുട്ടിയുടെ സംശയമാണത്. ജനാല അടച്ചാ കിടക്കുന്നത് അല്ലേ, അപ്പോൾ എങ്ങനെയാണ് പ്രകാശം ഉള്ളിലേക്ക് എത്തുന്നത് നമ്മൾ ചിന്തിക്കുകയാണ്. നമുക്കറിയാം, എന്താ, അടച്ചിട്ടാലും ചില്ലുജനൽ വഴി പ്രകാശം ഉള്ളിലേക്ക് കടക്കുമെന്ന് നമുക്കറിയാവുന്ന കാര്യമാണ് അല്ലേ. അപ്പോൾ ജനലിലൂടെ വെളിച്ചം ഉള്ളിലെത്തിയപ്പോൾ കട്ടൻ നീക്കിയിടാൻ മുത്തശ്ശി പറഞ്ഞത് എന്തുകൊണ്ടാ? പ്രകാശം ഉള്ളിലേക്ക് കടക്കുന്നത് ഒഴിവാക്കാനാണ് കർട്ടൻ ഇടാൻ മുത്തശ്ശി പറയുന്നത് അല്ലേ. അപ്പോൾ സൂര്യപ്രകാശം മുറിക്കുള്ളിലേക്ക് വരുന്ന തടയാൻ ചില്ലുജനാലയിൽ കർട്ടന് പകരം മറ്റെന്തെല്ലാം ഉപയോഗിക്കാമെന്ന് ചോദിച്ചിട്ടുണ്ട്. പ്രകാശം കടത്തിവിടാത്ത ഏതൊരു വസ്തു നമുക്ക് അവിടെ മറച്ചു വെക്കാനായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ അത് കണ്ടെത്താൻ പരീക്ഷണം പറഞ്ഞിട്ടുണ്ട്. നമുക്കത് നോക്കാം. നോക്കിക്കേ, ഇവിടെ ഉരച്ച ഗ്ലാസ്, ചില്ലു ഗ്ലാസ്സിലെടുത്ത ശുദ്ധജലം, മരക്കട്ട, തുണി, വെള്ളപ്പേപ്പർ, അങ്ങനെ കുറച്ച് വസ്തുക്കൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പ്രകാശം കടത്തിവിടുന്ന വസ്തുക്കളും ഉണ്ട്, പ്രകാശം കടത്തിവിടാത്ത വസ്തുക്കളും ഉണ്ട്. അപ്പോൾ നമുക്ക് അത് തരംതിരിച്ച് എഴുതണം. നോക്കിക്കേ, ഉരച്ച ഗ്ലാസ് ഷീറ്റിലൂടെ പ്രകാശം കടന്നു പോകാൻ പ്രയാസമാണ് അല്ലേ. അതുപോലെ തന്നെ ചില്ലു ഗ്ലാസ്സിലെടുത്ത ശുദ്ധജലം, പ്രകാശം നല്ല രീതിയിൽ കടന്നു പോകും. മരക്കട്ടയ്ക്കകത്തൂടെ പ്രകാശം കടന്നു പോകത്തില്ല. തുണിയിലൂടെയും നല്ല രീതിയിൽ പ്രകാശം കടന്നു പോകത്തില്ല. പിന്നെ വെള്ള പേപ്പറിലൂടെ കടന്നു പോകത്തില്ല. പിന്നെ കറുത്ത ചാർട്ട് പേപ്പറിലൂടെയും പ്രകാശം കടന്നു പോകത്തില്ല. ബട്ടർ പേപ്പറിലൂടെ ഭാഗികമായിട്ട് പ്രകാശം കടന്നു പോകും. ജനൽ ചില്ലിലൂടെ നല്ല രീതിയിൽ പ്രകാശം കടന്നു പോകും അല്ലേ. നാണയത്തിലൂടെ കടന്നു പോകത്തില്ല. കണ്ണാടി എന്ത് ചെയ്യും? റിഫ്ലക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിനകത്തൂടെ പ്രകാശം കടന്നു പോവോ? ഇല്ല. അതായത് മുഖം നോക്കുന്ന ദർപ്പണമാണെങ്കിൽ കടന്നു പോകത്തില്ല. കണ്ണടച്ചില്ലാണെങ്കിലോ കണ്ണടച്ചില്ലിലൂടെ കടന്നു പോകും. മാർബിളിലൂടെ കടന്നു പോകത്തില്ല. പോളിത്തീൻ കവറിലൂടെ വളരെ ചെറിയ രീതിയിൽ മാത്രം കടന്നു പോകും. നിറമില്ലാത്ത പ്ലാസ്റ്റിക് ബോട്ടിലൂടെ നല്ല രീതിയിൽ പ്രകാശം കടന്നു പോകും. അപ്പോൾ പ്രകാശം കടത്തിവിടുന്ന വസ്തുക്കളും ഉണ്ട്, പ്രകാശം കടത്തിവിടാത്ത വസ്തുക്കളും ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇനി നോക്കി, പ്രകാശം കടത്തിവിടുന്ന വസ്തുക്കൾ. ബട്ടർ പേപ്പറിലൂടെ പ്രകാശം കടന്നു പോയില്ലേ? ബട്ടർ പേപ്പറിലൂടെ നമുക്ക് നോക്കുമ്പോൾ എന്താണ്, ചെറിയ രീതിയിൽ പ്രകാശം കടന്നു പോകുന്നത് കാണാം. അപ്പോൾ കണ്ണടച്ചില്ലിലൂടെ പോവോ? കണ്ണടച്ചില്ലിലൂടെ നല്ല രീതിയിൽ പ്രകാശം കടന്നു പോകും. രണ്ട് വസ്തുക്കളും ഒരേ രീതിയിലാണോ പ്രകാശം കടത്തിവിടുന്നത്? അല്ലല്ലേ. രണ്ടും രണ്ട് രീതിയിലാണ് പ്രകാശം കടത്തിവിടുന്നത്, ഒരേ രീതിയിലല്ല. ബട്ടർ പേപ്പറിലൂടെ ഭാഗികമായിട്ടാണ് പ്രകാശം കടന്നു പോകുന്നത്. എന്നാൽ കണ്ണടച്ചില്ലിലൂടെ നല്ല വൃത്തിക്ക് പ്രകാശം കടന്നു പോകുന്നുണ്ട്. ബട്ടർ പേപ്പർ, ജനൽ ചില്ല്, ഉരച്ച ചില്ല്, എണ്ണ പുരട്ടിയ പേപ്പർ, ചില്ലു കഷണം, പോളിത്തീൻ കവർ, ചില്ലു ഗ്ലാസ്സിലെടുത്ത ശുദ്ധജലം, നിറമില്ലാത്ത പ്ലാസ്റ്റിക് ബോട്ടിൽ എന്നിവ വീണ്ടും ഉപയോഗിച്ച് പരീക്ഷണം ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പ്രകാശം നന്നായി കടത്തിവിടുന്ന വസ്തുക്കളും പ്രകാശം ഭാഗികമായി കടത്തിവിടുന്ന വസ്തുക്കളും തരംതിരിച്ച് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം, ബട്ടർ പേപ്പർ എങ്ങനെയാണ്? ഭാഗികമായിട്ടാണ് പ്രകാശം കടത്തിവിടുന്നത്. ജനൽ ചില്ല് നല്ല രീതിയിൽ കടത്തിവിടും. ഉരച്ച ചില്ലും ഭാഗികമായിട്ടാണ് കടത്തിവിടുന്നത്. എണ്ണ പുരട്ടിയ പേപ്പറും ഭാഗികമായിട്ട് പ്രകാശത്തെ കടത്തിവിടും. ചില്ലു കഷ്ണം നല്ല രീതിയിൽ പ്രകാശത്തെ കടത്തിവിടും. പോളിത്തീൻ കവറും ഭാഗികമായിട്ടാണ് പ്രകാശത്തെ കടത്തിവിടുന്നത്. ചില്ലു ഗ്ലാസ്സിലെടുത്ത ശുദ്ധജലം നല്ല രീതിയിൽ പ്രകാശത്തെ കടത്തിവിടും. അതുപോലെ തന്നെ നിറമില്ലാത്ത പ്ലാസ്റ്റിക് ബോട്ടിലും നല്ല രീതിയിൽ പ്രകാശത്തെ കടത്തിവിടും. ഓക്കെ, നമ്മൾ ഇതുവരെ ചെയ്ത പരീക്ഷണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ എന്താണ്? പ്രകാശം കടത്തിവിടുന്നതുമായി ബന്ധപ്പെട്ട് 3 തരം വസ്തുക്കളുണ്ടെന്ന് മനസ്സിലായി. എങ്ങനെയാണ്? പ്രകാശം നല്ലതായിട്ട് കടത്തിവിടുന്നതുണ്ട്, ഭാഗികമായിട്ട് കടത്തിവിടുന്നതുണ്ട്, ഒട്ടും കടത്തിവിടാത്തതുണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ നോക്കിക്കേ, സുതാര്യ വസ്തു, അതാര്യ വസ്തു, അർദ്ധതാര്യ വസ്തു. പ്രകാശം നന്നായി കടത്തിവിടുന്ന വസ്തുക്കളാണ് സുതാര്യ വസ്തുക്കൾ. പ്രകാശം ഭാഗികമായി കടത്തിവിടുന്ന വസ്തുക്കളാണ് അർദ്ധതാര്യ വസ്തുക്കൾ. പ്രകാശം കടത്തിവിടാത്ത വസ്തുക്കളാണ് അതാര്യ വസ്തുക്കൾ. അപ്പോൾ പ്രകാശം നന്നായി കടത്തിവിടുന്ന വസ്തുക്കളെ എന്താ പറയുന്നത്? സുതാര്യ വസ്തുക്കൾ എന്നാണ്. നന്നായി കടത്തിവിടുന്നതിനെ സുതാര്യ വസ്തുക്കൾ എന്നും, ഭാഗികമായിട്ട് കടത്തിവിടുന്നതിനെ എന്താ പറയുന്നത്? അർദ്ധതാര്യ വസ്തുക്കൾ എന്നാണ്. അതുപോലെ തന്നെ പ്രകാശം കടത്തിവിടാത്ത വസ്തുക്കളെ എന്താ പറയുന്നത്? അതാര്യ വസ്തുക്കൾ എന്നുമാണ് പറയുന്നത്. ഓക്കെ, നോക്കിക്കേ, സുതാര്യ വസ്തുവിനെ അതാര്യമാക്കാം. ഇവിടെ എന്താണ്? സുതാര്യ വസ്തുവിനെ അതാര്യമാക്കുന്ന പ്രവർത്തനമാണ് പറയുന്നത്. നമുക്ക് നോക്കാം എന്താ പറഞ്ഞേക്കുന്ന വാക്യമേ. സുതാര്യമായ ഒരു ഗ്ലാസ് ഷീറ്റ് അർദ്ധതാര്യമോ അതാര്യമോ ആക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എന്താണ്? ഒരു ചിത്രം കാണിച്ചിട്ടുണ്ട്. നോക്കിക്കേ, സുതാര്യമായ ഒരു ഗ്ലാസ് ഷീറ്റിൽ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ കരി പിടിപ്പിച്ചു നോക്കൂ. എന്ത് മാറ്റമാണ് കാണുന്നത്? നമ്മൾ കരി പിടിപ്പിക്കുമ്പോൾ അതിലേക്ക് പ്രകാശം കടത്തിവിടുമ്പോൾ പ്രകാശം പൂർണ്ണമായിട്ടും കടന്നു പോകുമോ? ഇല്ല. കരി പിടിച്ചിരിക്കുന്ന ഭാഗം ഒഴിച്ച് ബാക്കി സ്ഥലങ്ങളിലൂടെ ആയിരിക്കും പ്രകാശം കടന്നു പോകുന്നത്.
വീണ്ടും എന്താ പറയുന്നത്, നമ്മൾ ആ ഗ്ലാസ്സിൽ മൊത്തം എന്താണ്, ആ ഗ്ലാസ് ഷീറ്റിൽ കൂടുതൽ കരി പിടിപ്പിക്കുമ്പോൾ എന്ത് മാറ്റം സംഭവിക്കുന്നു? അപ്പോഴേക്കും കരി പിടിച്ചിരിക്കുന്നത് കൊണ്ട് പ്രകാശം ഒട്ടും തന്നെ കടന്ന് പോകത്തില്ല. അപ്പോൾ ഗ്ലാസ് ഷീറ്റിനെ നമുക്ക് അർദ്ധധാര്യമോ അധാര്യമോ ആക്കാൻ മറ്റെന്തൊക്കെ ചെയ്യാമെന്ന് ചോദിച്ചിട്ടുണ്ട്. നമുക്ക് അർദ്ധധാര്യം എന്ന് പറഞ്ഞാൽ എന്താണ്, കുറച്ച് ഭാഗികമായിട്ടെങ്കിലും പ്രകാശം കടന്നു പോകണം അല്ലേ. അപ്പോൾ നമുക്ക് എന്താണ് വേണമെങ്കിൽ ഗ്ലാസ് ഷീറ്റിനെ ചെറിയ പരുപരുക്കലാക്കി മാറ്റാം അല്ലേ. അങ്ങനെയാണെങ്കിൽ ഭാഗികമായിട്ട് പ്രകാശം കടന്നു പോകും. പൂർണ്ണമായിട്ടും കടന്നു പോകത്തില്ല, ഭാഗികമായിട്ടും കടന്നു പോകും. പൂർണ്ണമായിട്ടും കടന്നു പോകാതിരിക്കാൻ എന്ത് ചെയ്യണം? ഇതുപോലെ കരി തേക്കുകയോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും പെയിന്റ് ചെയ്യുകയോ പേപ്പർ ഒട്ടിക്കുകയോ എന്തെങ്കിലും നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇനി നോക്കിക്കേ, ശുദ്ധജലവും വായുവും അർദ്ധധാര്യമാക്കാൻ നമുക്ക് സാധിക്കുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ അതിനൊരു പരീക്ഷണം പറഞ്ഞിട്ടുണ്ട്. എന്താണ്, നമ്മൾ ജലം എടുത്തിട്ട് ജലത്തിലേക്ക് മഷി ഒഴിക്കുമ്പോൾ അത് എന്താണ്, ജലത്തിലേക്ക് സ്പ്രെഡ് ആകും. അങ്ങനെ നമുക്ക് ജലത്തെ അർദ്ധധാര്യമാക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ വായുവിനെ നമുക്ക് അർദ്ധധാര്യമാക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ചന്ദനത്തിരി കത്തിച്ച് ആ ഒരു പുക അവിടെ സ്പ്രെഡ് ആകുമ്പോൾ വായുവും അർദ്ധധാര്യമാകും. ഓക്കെ, അപ്പം നമുക്കറിയാം ജലവും വായു എന്താണ്, സുതാര്യമാണെന്ന് നമുക്കറിയാം. ഓക്കെ, ഇവിടെ ശ്രദ്ധിച്ചേ, വസ്തുക്കളുടെ സുതാര്യതയും അധാര്യതയും നിത്യജീവിതത്തിൽ. വിവിധ വസ്തുക്കൾ പ്രകാശം കടത്തി വിടുന്നതിലുള്ള വ്യത്യാസം നമ്മൾ മനസ്സിലാക്കിയല്ലേ. ഇനി നമ്മൾ എന്താ നോക്കുന്നത്, വസ്തുക്കളുടെ അധാര്യതയും സുതാര്യതയും എങ്ങനെയെല്ലാമാണ് നമുക്ക് പ്രയോജനം ചെയ്യുന്നതെന്ന്. ഇവിടെ നോക്കിക്കേ, റീഫിൽ പേനയിൽ മഷി തീർന്നു എന്ന് നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? അത് സുതാര്യമായതുകൊണ്ട് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ചില വൈറ്റ് റീഫിലറൊക്കെ കാണത്തില്ലേ, നമ്മളത് പ്രകാശത്തിന് നേരെ വെച്ച് നോക്കുമ്പോഴാണ് നമുക്ക് അതിൻ്റെ മഷി എത്രത്തോളം ഉണ്ടെന്ന് കാണാൻ സാധിക്കുന്നത്. ഇനിയും ഓയിൽ പേപ്പർ ഉപയോഗിച്ച് ചിത്രങ്ങളും മാപ്പുകളും നമ്മൾ ട്രേസ് ചെയ്യാറില്ല എന്ന് ചോദിച്ചിട്ടുണ്ട്. നമ്മൾ ഓയിൽ പേപ്പർ ഉപയോഗിച്ച് ആ ചിത്രങ്ങളും മാപ്പുകളും ഒക്കെ നല്ല ഈസി ആയിട്ട് വരച്ചെടുക്കാറുണ്ട് അല്ലേ. അത് നമുക്ക് എന്താണ്, അർദ്ധധാര്യമായതുകൊണ്ടാണ് നമുക്കത് വരച്ചെടുക്കാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ വീടിന്റെ ചുമരും വാതിലും എല്ലാം സുതാര്യമായിരുന്നെങ്കിലോ നമുക്ക് പ്രൈവസി കിട്ടത്തില്ല. അതോടൊപ്പം തന്നെ എപ്പോഴും നമുക്ക് വെളിച്ചത്തിന്റെ ബുദ്ധിമുട്ട് ഉണ്ടാവും. ഓക്കെ, പിന്നെന്താ പറഞ്ഞേക്കുന്നത്, ഇവിടെ സുതാര്യ വസ്തുക്കൾ ഉപയോഗിക്കുന്ന സന്ദർഭങ്ങൾ ചോദിച്ചിട്ടുണ്ട്. നമ്മൾ മുഖത്ത് വെക്കുന്ന സ്പെക്സ് ഇല്ലേ, കണ്ണാടി, അത് നമുക്ക് സുതാര്യ വസ്തു ആയതുകൊണ്ട് ഉപയോഗിക്കാൻ സാധിക്കും. പിന്നെ അതുപോലെ എന്താണ്, വായു നമുക്ക് സുതാര്യമായതുകൊണ്ടാണ് നമുക്ക് നമ്മുടെ ചുറ്റിനുള്ള സാധനങ്ങൾ കാണാനൊക്കെ സാധിക്കുന്നത്. പിന്നെ അർദ്ധധാര്യ വസ്തുക്കൾ ഉപയോഗിക്കുന്ന സന്ദർഭങ്ങൾ ചോദിച്ചിട്ടുണ്ട്. കർട്ടന് എന്താണ്, അർദ്ധധാര്യ വസ്തുവിന് ഉദാഹരണമാണ്. അതുപോലെ തന്നെ എന്താണ്, ഇവിടെ ഓയിൽ പേപ്പർ ഉപയോഗിച്ച് നമ്മൾ ചിത്രങ്ങളൊക്കെ വരയ്ക്കുന്നില്ലേ, അതും ഒരു അർദ്ധധാര്യ വസ്തുവിന് ഉദാഹരണമാണ്. അധാര്യ വസ്തുക്കൾക്ക് ഉപയോഗിക്കുന്ന സന്ദർഭങ്ങൾ ഏതൊക്കെയാണ്? അധാര്യ വസ്തുക്കൾ നമ്മൾ നമ്മുടെ ചുമരുകളും അതുപോലെ തന്നെ കതകൊക്കെ അധാര്യ വസ്തുക്കൾക്ക് ഉദാഹരണമാണ്. അതുപോലെ തന്നെ മുഖം നോക്കുന്ന കണ്ണാടി അധാര്യ വസ്തുവാണ്. അത് പ്രകാശത്തെ റിഫ്ലക്റ്റ് ചെയ്യുക ചെയ്യുന്നേ, പ്രകാശത്തെ കടത്തി വിടത്തില്ല അല്ലേ. ഓക്കെ, നോക്കിക്കേ, അദൃശ്യനായ മനുഷ്യൻ. ഇംഗ്ലീഷ് സാഹിത്യകാരനായ H.G. വെൽസിന്റെ പ്രശസ്തമായ ശാസ്ത്ര സാങ്കല്പിക നോവലാണ് ദ ഇൻവിസിബിൾ മാൻ. നോവലിലെ കഥാപാത്രമാണ് ശാസ്ത്രജ്ഞനായ ഗ്രിഫിൻ. താൻ നടത്തിയ പരീക്ഷണങ്ങളുടെ ഫലമായി ഗ്രിഫിന്റെ ശരീരം സുതാര്യമായി മാറുന്നു. ഇങ്ങനെ അദൃശ്യനായി മാറിയ ഗ്രിഫിന്റെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ് ഈ നോവലിൽ പ്രതിപാദിക്കുന്നത്. അപ്പോൾ ടെക്സ്റ്റിന്റെ പടം ഇവിടെ കാണിച്ചേക്കുന്നത് H.G. വെൽസ് ദ ഇൻവിസിബിൾ മാൻ. അപ്പോൾ ഇംഗ്ലീഷിൽ ഇങ്ങനെയൊക്കെ ഫിലിം ഉണ്ട് അല്ലേ. ഓക്കെ, നോക്കിക്കേ, തിരിച്ചു വരുന്ന പ്രകാശം. ഇവിടെ ചില വസ്തുക്കൾ സുതാര്യമാണെന്നും ചിലത് അധാര്യമാണെന്നും നമ്മൾ മനസ്സിലാക്കി. അധാര്യ വസ്തുക്കളിൽ പ്രകാശം പതിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നമ്മൾ കണ്ടായിരുന്നു, അധാര്യ വസ്തുക്കളെ പ്രകാശം കടത്തി വിടുന്നില്ല അല്ലേ. അപ്പോൾ അധാര്യ വസ്തുക്കളിൽ പ്രകാശം പതിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് നോക്കാൻ പോകുന്നത്. ഇവിടെ പറഞ്ഞേക്കുന്നത് എന്താ, വായിച്ചു നോക്കാം. ക്ലാസ് മുറിയുടെ ജനലും വാതിലും അടച്ച് പ്രകാശം കുറയ്ക്കൂ. ഒരു കണ്ണാടി ചുമരിന് അഭിമുഖമായി പിടിച്ച് ടോർച്ചിൽ നിന്നുള്ള പ്രകാശം അതിൽ പതിപ്പിച്ചു നോക്കും. പ്രകാശത്തിന് എന്ത് സംഭവിക്കുന്നു? പ്രകാശരശ്മികൾ കണ്ണാടിയിൽ തട്ടി ചുവരിൽ പതിക്കുന്നത് കണ്ടില്ലെന്ന് ചോദിച്ചിട്ടുണ്ട്. ഈ ചിത്രത്തിൽ കാണിച്ചിട്ടുള്ളതുപോലെയാണ്. എന്താണ്, ടോർച്ചിൽ നിന്ന് പ്രകാശം കണ്ണാടിയിലേക്ക് അടിക്കുന്നു, കണ്ണാടിയിൽ നിന്ന് സ്ക്രീനിലേക്ക് പതിയുന്നു. പിന്നെന്താ പറയുന്നത്, താഴെ പറയുന്ന വസ്തുക്കൾ ചുമരിന് അഭിമുഖമായി പിടിച്ച് ടോർച്ച് ഉപയോഗിച്ച് പ്രകാശം പതിപ്പിച്ച് പരീക്ഷണം ആവർത്തിക്കാൻ പറഞ്ഞിട്ടുണ്ട്. സാധനങ്ങൾ ഏതൊക്കെയാണ്? മിനുസമുള്ള ടൈല്, പുതിയ സ്റ്റീൽ പ്ലേറ്റ്, ഓട്, ഹാർഡ് ബോർഡ്, പേപ്പർ, മരക്കട്ട. അപ്പോൾ ഇവിടെ സാധനങ്ങളുടെയൊക്കെ ചിത്രം കാണിച്ചിട്ടുമുണ്ട്. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? ടൈൽ ഉപയോഗിച്ച് നോക്കണം. അതുപോലെ തന്നെ പേപ്പർ, പുതിയ സ്റ്റീൽ പ്ലേറ്റ്, മരക്കട്ട. നമുക്കപ്പോൾ ടൈൽ ഉപയോഗിച്ച് നോക്കുമ്പോൾ എന്താണ്, സ്ക്രീനിലെ പ്രകാശം പതിയുന്നതായിട്ട് കാണാം. പേപ്പർ ഉപയോഗിക്കുമ്പോൾ വളരെ കുറച്ച് മാത്രം പ്രകാശം
സ്ക്രീനിൽ പതിയും. അതുപോലെ തന്നെ പുതിയ സ്റ്റീൽ പ്ലേറ്റ് നല്ല രീതിയിൽ പ്രകാശം പതിയുന്നതായിട്ട് കാണാം. മരക്കട്ട പ്രകാശം പതിയുന്നില്ല. ഓക്കെ, നോക്കിക്കേ, ഈ പട്ടികയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കൂടുതലും പ്രകാശം പതിച്ച വസ്തു പ്രകാശം വസ്തുവിൽ തട്ടി തിരിച്ചു വരുന്നതിലുള്ള വ്യത്യാസം. മുഖം നോക്കുന്ന കണ്ണാടിയിൽ എങ്ങനെയാണ്? പ്രകാശം നന്നായി തിരിച്ചു പോകുന്നുണ്ട്. പേപ്പറിലോ പ്രകാശം വളരെ കുറച്ച് മാത്രം തിരിച്ചു പോകുന്നു. പിന്നെന്താണ്? തടിക്കഷ്ണത്തില് പ്രകാശം തിരിച്ചു പോകുന്നില്ല. അതുപോലെ തന്നെ പുതിയ സ്റ്റീൽ പ്ലേറ്റില് പ്രകാശം നല്ല രീതിയിൽ തിരിച്ചു പോകുന്നുണ്ട്. ടൈലിലും അങ്ങനെ തന്നെയാണ്, പ്രകാശം തിരിച്ചു പോകുന്നുണ്ട്. പിന്നെ ഓടില് പ്രകാശം തിരിച്ച് പോകുന്നില്ല. ഇനി നോക്കിക്കേ, പ്രകാശത്തിന്റെ പ്രതിപതനം. പ്രകാശം വസ്തുക്കളിൽ തട്ടി തിരിച്ചു വരുന്നതാണ് പ്രകാശത്തിന്റെ പ്രതിപതനം. അപ്പോൾ എന്താ പറയുന്നത്? പ്രകാശം വസ്തുക്കളിൽ തട്ടി തിരിച്ചു വരുന്നതിനെയാണ് പ്രകാശത്തിന്റെ പ്രതിപതനം എന്ന് പറയുന്നത്. ചുമരിലേക്ക് പ്രകാശം നന്നായി പ്രതിപതിപ്പിക്കുന്ന വസ്തുക്കളുടെ പ്രതലം സ്പർശിച്ചു നോക്കൂ. എന്താണ് അനുഭവപ്പെടുന്നത്? എന്താ അനുഭവപ്പെടുന്നത്? നമ്മൾ ടൈല്, കണ്ണാടി, അതുപോലെ തന്നെ സ്റ്റീൽ പ്ലേറ്റ് ഒക്കെ എടുത്താൽ അതിന്റെ പ്രതലം എങ്ങനെയാണ്? നമുക്കറിയാം, മിനുസമുള്ളതാണ് അല്ലേ? അതുപോലെ തന്നെ പ്രകാശം നന്നായി പ്രതിപതിപ്പിക്കാത്ത വസ്തുക്കളുടെ പ്രതലം എങ്ങനെയാണ്? മരക്കട്ട, ഓട് എന്നിവയുടെയൊക്കെ പ്രതലം എങ്ങനെയാണ്? നമുക്കറിയാം, അത് പരുപരുത്തതാണ് അല്ലേ? അപ്പോൾ മിനുസമുള്ള വസ്തുക്കൾ പ്രകാശം ചുമരിലേക്ക് നന്നായി പ്രതിപതിപ്പിക്കുന്നു. പരുപരുത്ത പ്രതലമുള്ള വസ്തുക്കളിൽ പ്രകാശം പ്രതിപതിപ്പിക്കുന്നത് കുറവാണ്. ഇനി നോക്കിക്കേ, പരുപരുത്ത പ്രതലങ്ങൾ ചുമരിലേക്ക് പ്രതിപതിപ്പിച്ച പ്രകാശത്തിന്റെ അളവ് കുറഞ്ഞു പോയത് എന്തുകൊണ്ടാണെന്ന് നോക്കുന്നത്. മുഖം നോക്കുന്ന കണ്ണാടിയിലും സാൻഡ് പേപ്പറിലും പ്രകാശം പതിക്കുമ്പോൾ സംഭവിക്കുന്ന പ്രതിപതനമാണ് താഴെ ചിത്രത്തിൽ കാണിച്ചിട്ടുള്ളത്. നോക്കിക്കേ, മുഖം നോക്കുന്ന ദർപ്പണം, അതുപോലെ തന്നെ സാൻഡ് പേപ്പർ. എന്താ കാണുന്നത്? അപ്പോൾ മുഖം നോക്കുന്ന ദർപ്പണത്തിലേക്ക് പ്രകാശം ക്രമമായി വന്നിട്ട് അത് ക്രമമായി തന്നെ തിരിച്ച് പോകുന്നുണ്ട്. എന്നാൽ സാൻഡ് പേപ്പറിൽ എങ്ങനെയാണ്? പ്രകാശം വന്ന് പതിക്കുന്നത് അത് തോന്നുന്ന രീതിയിലേക്കാണ് പോകുന്നത്. കണ്ടോ, പ്രകാശം പ്രതിപതിക്കുന്നത് വ്യത്യസ്ത ദിശയിലേക്കാണ്. ദർപ്പണത്തിൽ പതിക്കുന്ന പ്രകാശം ക്രമമായല്ലേ തിരിച്ചു വരുന്നത്? ദർപ്പണത്തിൽ പതിക്കുന്ന പ്രകാശം എങ്ങനെയാണ്? ക്രമമായിട്ടാണ് തിരിച്ചു വരുന്നത്. എന്നാൽ സാൻഡ് പേപ്പറിൽ എങ്ങനെയാണ്? സാൻഡ് പേപ്പറിൽ പതിക്കുന്ന പ്രകാശം ക്രമരഹിതമായിട്ടാണ് തിരിച്ചു പോകുന്നത്. നമ്മൾ കണ്ടായിരുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അല്ലേ ആ ഒരു പ്രകാശം പോകുന്നത്. അപ്പോൾ ഇവിടെ കുട്ടികൾക്ക് ചെയ്യാൻ ഒരു പ്രവർത്തനം പറഞ്ഞിട്ടുണ്ട്, അത് വേണമെങ്കിൽ ഒന്ന് വായിച്ചു നോക്കണേ. ഇനിയും ക്രമപ്രതിപതനവും വിസരിത പ്രതിപതനവും. എന്താണ്? മിനുസമുള്ള പ്രതലങ്ങളിൽ പ്രകാശം പതിക്കുമ്പോൾ ക്രമമായി പ്രതിപദിക്കുന്നു. എന്താണ്? മിനുസമുള്ള പ്രതലങ്ങളിൽ പ്രകാശം പതിക്കുമ്പോൾ എങ്ങനെയാണ്? ക്രമമായിട്ടാണ് പ്രതിപദിക്കുന്നത്. ഇതിനെയാണ് എന്ത് പറയുന്നത്? ക്രമപ്രതിപതനം എന്ന് പറയുന്നത്. ഇനി എന്താ പറയുന്നത്? പ്രകാശത്തെ ക്രമമായി പ്രതിപദിപ്പിക്കുന്ന പ്രതലങ്ങളാണ് ദർപ്പണങ്ങൾ. എന്താണ്? പ്രകാശത്തെ ക്രമമായി പ്രതിപദിപ്പിക്കുന്ന പ്രതലങ്ങളാണ് ദർപ്പണങ്ങൾ. മിനുസമല്ലാത്ത പ്രതലങ്ങളിൽ പ്രകാശം പതിക്കുമ്പോൾ പല ദിശകളിലേക്കും ചിതറി തെറിക്കുന്നു. നമ്മൾ ആ ചിത്രത്തിൽ കണ്ടായിരുന്നു, മിനുസമല്ലാത്ത പ്രതലത്തിൽ പ്രകാശം പതിക്കുമ്പോൾ എങ്ങനെയാണ്? പല ദിശകളിലേക്കും അത് ചിതറി തെറിക്കുന്നു. ഇതാണ് വിസരിത പ്രതിപതനം. ഇതിനെയാണ് വിസരിത പ്രതിപതനം എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ മനസ്സിലാക്കി വെക്കണം, തിളക്കം എന്ന് പറഞ്ഞാൽ എന്താണെന്ന്. പ്രകാശം പതിക്കുമ്പോൾ വസ്തുക്കൾ തിളങ്ങി കാണുന്നത് അതിൽ പതിക്കുന്ന പ്രകാശം ക്രമമായി പ്രതിപദിക്കുന്നത് കൊണ്ടാണ്. ആഭരണ നിർമ്മാണ രംഗത്തും പോളിഷിംഗ് രംഗത്തും ക്രമപ്രതിപതനമാണ് നാം പ്രയോജനപ്പെടുത്തുന്നത്. ഓക്കെ, പ്രകാശം പ്രതിപദിക്കുമ്പോൾ ചുമരിലെ ഒരേ സ്ഥാനത്തേക്ക് വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ഒരു പന്ത് തട്ടി നോക്കൂ. ചുമരിൽ തട്ടി പന്ത് തിരിച്ചു വരുന്നില്ലേ? എപ്പോഴും ഒരേ രീതിയിലാണോ തിരിച്ചു വരുന്നത്? ഇതുപോലെ കണ്ണാടിയിൽ പതിക്കുന്ന പ്രകാശരശ്മികളും തിരിച്ചു വരുന്നതിൽ എന്തെങ്കിലും പ്രത്യേകതകൾ ഉണ്ടാകുമോ? അത് പരിശോധിക്കാൻ പോവുകയാണ്. നോക്കിക്കേ, ഒരു കണ്ണാടിയുടെ മുന്നിൽ 2 ബെഞ്ചുകളിലായി 4 കുട്ടികൾ ഒരേ അകലത്തിൽ ഇരിക്കുന്ന ചിത്രമാണ് ഇവിടെ കാണിച്ചേക്കുന്നത്. കുട്ടികളുടെ പേര് പറഞ്ഞിട്ടുണ്ട്. അവരെന്താ പറയുന്നത് നോക്കിക്കേ. കണ്ണാടിയിലൂടെ ഞാൻ ആരെയാണ് കാണുന്നത്? റിയയാണ് കാണുന്നതെന്ന് അനു പറയുകയാണ്. നോക്കിക്കേ, ആരെയാണ് കാണുന്നത്? റിയയാണ് കാണുന്നത്. അതുപോലെ നിഖില് ആരെയാണ് കാണുന്നത്? നിഖില് മേഘയാണ് കാണുന്നത്. മേഘ ആരെയാണ് കാണുന്നത്? നിഖിലിനെയാണ് കാണുന്നത്. അതുപോലെ തന്നെ അനു കാണുന്നത് ആരെയാണ്? റിയയാണ്. റിയ കാണുന്നത് ആരെയാണ്? അനുവിനെയുമാണ്. ഒന്നാമതിരിക്കുന്ന കുട്ടിക്ക് രണ്ടാമതും മൂന്നാമതും ഇരിക്കുന്ന കുട്ടികളെ കാണാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ്? ഇതുപോലെ മറ്റു കുട്ടികൾക്കും കണ്ണാടിയിലൂടെ എല്ലാവരെയും കാണാൻ കഴിയാത്തത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അത് മനസ്സിലാക്കുന്ന എക്സ്പെരിമെന്റ് ആയിട്ട് നോക്കാൻ പോകുന്നത്,
നോക്കിക്കേ, ആവശ്യമായ സാധനങ്ങൾ ഇവിടെ കാണിച്ചിട്ടുണ്ട്. സുതാര്യമായ പ്ലാസ്റ്റിക് പെട്ടിയുടെ ഒരു വശത്ത് ചെറിയ കണ്ണാടി കഷ്ണം ഡബിൾ സൈഡ് ടേപ്പ് ഉപയോഗിച്ച് ഉറപ്പിക്കുക. ചന്ദനത്തിരി ഉപയോഗിച്ച് പെട്ടിയിൽ പുക നിറയ്ക്കുക. ഇവിടെ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ അറേഞ്ച് ചെയ്യണം. എന്താ ഇവിടെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ നിർമ്മിച്ച പ്രൊട്രാക്ടർ ചിത്രത്തിൽ കാണുന്നത് പോലെ പ്ലാസ്റ്റിക് പെട്ടിക്ക് താഴെ ക്രമീകരിക്കുക. ഈ പ്രൊട്രാക്ടറിൽ 90 ഡിഗ്രി കോണിൽ കണ്ണാടിയിലേക്ക് ഒരു ലംബരേഖ വരയ്ക്കുക. ഇവിടെ കാണിച്ചേക്കുന്നുണ്ട് ഡോട്ട് ഇട്ട്. ഇതാണ് ലംബരേഖ, നേരെ വരയ്ക്കണേ. പിന്നെന്താണ്, പ്രൊട്രാക്ടറിന്റെ വിവിധ കോണിലൂടെ ലേസർ ടോർച്ച് ലംബരേഖ ദർപ്പണത്തിൽ സ്പർശിക്കുന്ന ബിന്ദുവിലേക്ക് പ്രകാശിപ്പിക്കുക. ഇവിടെ ഒരു ഉദാഹരണം കാണിച്ചിട്ടുണ്ട്. നോക്കിക്കേ, ഇവിടെ കണ്ടോ, 40 ഡിഗ്രിയിലൂടെ പോകുന്നത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താ പറയുന്നത്, പ്രകാശരശ്മി തിരിച്ചു വരുന്നത് നിരീക്ഷിക്കുക. ടോർച്ചിൽ നിന്ന് വരുന്ന പ്രകാശരശ്മിക്കും ലംബത്തിനും ഇടയിലുള്ള കോൺ അളക്കുക. അതുപോലെ തിരിച്ചു വരുന്ന പ്രകാശരശ്മിക്കും ലംബത്തിനും ഇടയിലുള്ള കോൺ അളന്ന് പട്ടികയിൽ രേഖപ്പെടുത്താൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് 40 ഡിഗ്രി കോണളവിൽ ലേസർ ടോർച്ച് അടിച്ചു കൊടുക്കുകയാണ്. ഇവിടെ ദർപ്പണത്തിൽ തട്ടിയത് തിരിച്ച് 40 ഡിഗ്രിയിൽ കൂടെ തന്നെ എന്തോ ചെയ്യും, തിരിച്ച് പോകും. ഓക്കെ, അതുപോലെ തന്നെ 55 ഡിഗ്രിയിൽ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ 55 ഡിഗ്രി കോണളവിൽ തന്നെ ആ പ്രകാശരശ്മി തിരിച്ചു പോകും. 70 ഡിഗ്രി ആയാലും 80 ഡിഗ്രി ആയാലും അങ്ങനെ തന്നെയാണ് പോകുന്നത്. ഓക്കെ, ദർപ്പണത്തിൽ പതിച്ച പ്രകാശരശ്മിയും പ്രതിപതിച്ച പ്രകാശരശ്മിയും നമ്മൾ കണ്ടു. ദർപ്പണത്തിൽ പതിക്കുന്ന പ്രകാശരശ്മിയാണ് പതനരശ്മി. എന്താണ്, ദർപ്പണത്തിൽ പതിക്കുന്ന, കണ്ടോ, ഈ പതിക്കുന്ന പ്രകാശരശ്മിയാണ് പതനരശ്മി. പതനരശ്മി ദർപ്പണത്തിൽ പതിക്കുന്ന ബിന്ദുവാണ് പതനബിന്ദു. ഇവിടെ ഇതാണ് പതനബിന്ദു, ഇവിടെ വന്ന് പതിക്കുന്നു. ഇതാണ് പതനബിന്ദു. പതനരശ്മി വന്ന് ഇവിടെ പതിക്കുന്നു. ദർപ്പണത്തിൽ പതിക്കുന്ന ബിന്ദുവാണ് പതനബിന്ദു. പതനബിന്ദുവിൽ ദർപ്പണത്തിന് ലംബമായി വരയ്ക്കുന്ന രേഖയാണ് ലംബം. പതനബിന്ദുവില് ദർപ്പണത്തിന് ലംബമായി വരയ്ക്കുന്ന രേഖയാണ് ലംബം. പതനബിന്ദുവിൽ തട്ടി തിരിച്ചു വരുന്ന രശ്മിയാണ് പ്രതിപതന രശ്മി. അപ്പോൾ പതനരശ്മി വന്ന് ദർപ്പണത്തിൽ തട്ടുന്നു. ദർപ്പണത്തിൽ തട്ടുന്ന ഈ ഒരു ഭാഗമാണ് എന്ത്, പതനബിന്ദു. പതനബിന്ദുവിലേക്ക് ഒരു രേഖ ദർപ്പണത്തിലേക്ക് വരയ്ക്കുന്നു. അതാണ് എന്ത്, ലംബം. പിന്നെന്താ പറയുന്നത്, പതനരശ്മി വന്ന് പതനബിന്ദുവിൽ തട്ടി തിരിച്ചു പോകുന്നു. തിരിച്ചു പോകുന്ന രശ്മിയാണ് പ്രതിപതന രശ്മി. അപ്പോൾ പതനരശ്മിക്കും ലംബത്തിനും ഇടയിൽ വരുന്ന കോണാണ് പതനകോൺ. അതുപോലെ തന്നെ ലംബത്തിനും പ്രതിപതന രശ്മിക്കും ഇടയിൽ വരുന്നതാണ് പ്രതിപതന കോൺ. ഓക്കെ, നോക്കിക്കേ, പതനകോണും പ്രതിപതന കോണും. പതനരശ്മിക്കും ലംബത്തിനും ഇടയിൽ വരുന്ന കോണാണ് പതനകോൺ. എന്താണ്, പതനരശ്മിക്കും ലംബത്തിനും ഇടയിൽ. ഇനിയും പ്രതിപതന കോൺ എന്ന് പറയുന്നത് എന്താണ്, പ്രതിപതന രശ്മിക്കും അതുപോലെ തന്നെ ലംബത്തിനും ഇടയിൽ വരുന്ന കോണാണ് പ്രതിപതന കോൺ. ഓക്കെ, നോക്കിക്കേ, പ്രകാശത്തിന്റെ പ്രതിപതന നിയമങ്ങളെ കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ തലം എന്നൊരാശയം മനസ്സിലാക്കണം. തലം എന്ന് പറഞ്ഞാൽ എന്താ നോക്കിക്കേ, ഇവിടെ പരസ്പരം ഇറക്കി വെച്ച രണ്ട് കടലാസുകൾ രണ്ട് തലങ്ങളിലാണ് ഉള്ളത്. നമ്മളുടെ അല്ലെങ്കിൽ കുട്ടികളോടാണ് പറയുന്നത്. കുട്ടികളുടെ ക്ലാസ് മുറിയിലെ ഓരോ ചുമരും എന്താണ്, ഓരോ തലമാണ്. ക്ലാസ്സിലെ ഓരോ ചുമരും ഓരോ തലത്തിന്റെ ഭാഗമാണ്. 4 ചുമരുകൾ 4 തലങ്ങളും തറ മറ്റൊരു തലവും ആയിരിക്കും. 2 തലങ്ങളുടെ സംഗമം ഒരു രേഖയും 3 തലങ്ങളുടെ സംഗമം എന്ന് പറയുന്നത് എന്താണ്, ഒരു ബിന്ദുവുമാണ്. തലം അനന്തമാണ്. ഇനിയും പ്രതിപതന നിയമങ്ങൾ നോക്കിക്കേ. പതനകോണും പ്രതിപതന കോണും തുല്യമായിരിക്കും. പതനരശ്മിയും പ്രതിപതന രശ്മിയും പതന ബിന്ദുവിലേക്കുള്ള ലംബവും ഒരേ തലത്തിൽ ആയിരിക്കും. ഓക്കെ, നോക്കിക്കേ, പ്രകാശവും കാഴ്ചയും. കണ്ണിലെ റെറ്റിനയിൽ വസ്തുക്കളുടെ പ്രതിബിംബം രൂപപ്പെട്ടാണ് നാം വസ്തുക്കളെ കാണുന്നതെന്ന് നേരത്തെ പഠിച്ചിട്ടുണ്ട്. ഇവിടെ ബൾബിൽ നിന്നുള്ള പ്രകാശം കണ്ണിലും പുസ്തകത്തിലും എത്തുന്നുണ്ട്. പുസ്തകം കാണാൻ പ്രകാശം എങ്ങനെയാണ് കണ്ണിലെത്തുന്നത്? ബൾബിൽ നിന്നുള്ള പ്രകാശം പുസ്തകത്തിൽ തട്ടി കണ്ണിലെത്തുന്ന പ്രകാശപാതയാണ് ഇവിടെ കാണിച്ചേക്കുന്നത്. നോക്കിക്കേ, ഇവിടെ പ്രകാശ സ്രോതസ് എന്ന് പറയുന്നത് എന്താണ്, ബൾബാണ്. ബൾബിൽ നിന്നുള്ള പ്രകാശം എവിടെയാണ്, പുസ്തകത്തിൽ തട്ടുന്നു. ആ പ്രകാശം വന്ന് നമ്മുടെ കണ്ണിൽ തട്ടുമ്പോഴാണ് നമ്മൾ പുസ്തകം കാണുന്നത്. അപ്പോൾ ബൾബിലെ പ്രകാശം എവിടെ ചെല്ലുന്നു, പുസ്തകത്തിൽ ചെന്ന് തട്ടുന്നു. പുസ്തകത്തിൽ നിന്ന് പ്രകാശം എവിടേക്കാണ്, നമ്മുടെ കണ്ണിലേക്ക് വന്ന് തട്ടിയിട്ടാണ് നമ്മൾ ആ ഒരു പുസ്തകത്തെ കാണുന്നത്. ബൾബിൽ നിന്നുള്ള പ്രകാശം
പുസ്തകത്തിൽ തട്ടി പ്രതിപദിച്ച് കണ്ണിലെത്തുമ്പോഴാണ് നാം പുസ്തകത്തെ കാണുന്നത്. എന്നാൽ പ്രകാശിക്കുന്ന ബൾബ് നാം കാണുന്നത് അതിന്റെ പ്രകാശം നേരിട്ട് നമ്മുടെ കണ്ണിലെത്തുമ്പോഴല്ലേ? ശരിയല്ലേ? ഇവിടെ നോക്കിക്കേ, ഇവിടെ പ്രകാശ സ്രോതസ്സായിട്ട് ബൾബുണ്ട്. ബൾബിൽ നിന്ന് പ്രകാശം വന്ന് വസ്തുവിൽ തട്ടുന്നു, അതായത് ബുക്കിൽ തട്ടുന്നു. ആ പ്രകാശം നമ്മുടെ കണ്ണിലേക്ക് തട്ടുമ്പോഴാണ് നമ്മൾ ആ വസ്തുവിനെ കാണുന്നത്. എന്നാൽ ഇവിടെ പ്രകാശ സ്രോതസ് നമ്മൾ കാണുന്നത് എങ്ങനെയാണ്? പ്രകാശ സ്രോതസ്സിൽ നിന്ന് ആ പ്രകാശം നമ്മുടെ കണ്ണിൽ തട്ടുമ്പോഴാണ് നമ്മൾ പ്രകാശ സ്രോതസ് കാണുന്നത്. നോക്കിക്കേ, നാം വസ്തുക്കളെ കാണുന്നത് എങ്ങനെയാണ്? ഏതെങ്കിലും ഒരു പ്രകാശ സ്രോതസ്സിൽ നിന്ന് വരുന്ന പ്രകാശം വസ്തുക്കൾ തട്ടി പ്രതിപദിച്ച് നമ്മുടെ കണ്ണിലെത്തുമ്പോഴാണ് നാം ആ വസ്തുവിനെ കാണുന്നത്. എന്നാൽ പ്രകാശ സ്രോതസ്സുകളെ കാണുന്നത് അവയിൽ നിന്നുള്ള പ്രകാശം നേരിട്ട് നമ്മുടെ കണ്ണിലെത്തുമ്പോഴാണ്. ഓക്കെ, നമ്മൾ ദിവസവും ധാരാളം മനോഹരമായ കാഴ്ചകൾ കാണാറുണ്ട്. ഈ കാഴ്ചകളെല്ലാം നമുക്ക് കാണാൻ കഴിയുന്നത് എന്തുകൊണ്ടാണ്? പ്രകാശത്തിന്റെ പ്രതിപതനം മൂലമാണ്. ഓക്കെ, കണ്ണ് സംരക്ഷണം. കണ്ണ് സംരക്ഷിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നോക്കിക്കേ. സ്ക്രീൻ ടൈം കുറയ്ക്കണം. ഇരുട്ടുമുറിയിൽ ഇരുന്ന് TV കാണരുത്. കണ്ണിന് ദോഷകരമായ രാസവസ്തുക്കൾ അലക്ഷ്യമായി കൈകാര്യം ചെയ്യരുത്. കൂർത്ത വസ്തുക്കൾ കണ്ണിൽ തട്ടാതെ ശ്രദ്ധിക്കണം. നോക്കിക്കേ, സമതല ദർപ്പണവും പ്രതിബിംബവും. സ്വന്തം മുഖം കാണാൻ നമുക്ക് കഴിയാത്തത് എന്തുകൊണ്ടാണ്? നമുക്ക് നമ്മുടെ മുഖം കാണാൻ കഴിയത്തില്ല അല്ലേ? കാണണമെങ്കിൽ നമുക്ക് എന്തോ വേണം? അതിലേക്ക് വരാം. അതിനു മുന്നേ നോക്കണം, നമുക്ക് പ്രകാശ സ്രോതസ് എന്തുമായിക്കോട്ടെ, പ്രകാശ സ്രോതസ് ഏതെങ്കിലും ഒരു വസ്തുവിലേക്ക് വന്ന് തട്ടി ആ വസ്തുവിൽ നിന്ന് പ്രകാശം നമ്മുടെ കണ്ണിലേക്ക് എത്തുമ്പോഴല്ലേ നമ്മൾ ആ ഒരു വസ്തുവിനെ കാണുന്നത്. അപ്പോൾ ഇവിടെ എന്താ, നമുക്ക് നമ്മുടെ മുഖം കാണാൻ കഴിയുന്നില്ല അല്ലേ? അപ്പോൾ പ്രകാശം പ്രതിപദിച്ച് നമ്മുടെ കണ്ണിൽ എത്തുമ്പോഴാണ് നമ്മൾ വസ്തുക്കളെ കാണുന്നത്. നമ്മുടെ മുഖത്ത് തട്ടി പ്രതിപദിക്കുന്ന പ്രകാശം നമ്മുടെ കണ്ണിൽ എത്തുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. നമ്മുടെ മുഖത്ത് തട്ടി പ്രതിപദിക്കുന്ന പ്രകാശം നമ്മുടെ കണ്ണിലേക്ക് എത്തുമോ? അങ്ങനെ ഡയറക്റ്റ് എത്തത്തില്ല. അപ്പോൾ എന്താ ചെയ്യുന്നത്? നമ്മുടെ മുഖത്താണ് നമ്മുടെ കണ്ണല്ലേ? അപ്പോൾ നമ്മുടെ മുഖത്തേക്ക് പ്രകാശം വന്ന് തട്ടുന്നുണ്ട്. ആ പ്രകാശം വേറെ എവിടെയെങ്കിലും പോയി തട്ടിയിട്ട് വേണം നമ്മുടെ കണ്ണിലേക്ക് വരാൻ അല്ലേ? എന്നാലല്ലേ നമുക്ക് നമ്മുടെ മുഖം കാണാൻ സാധിക്കത്തുള്ളൂ. ഇവിടെ നോക്കിക്കേ, മുഖം കാണാൻ വേണ്ടി നാം ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? ദർപ്പണമാണ് അല്ലേ? ദർപ്പണത്തിൽ മുഖം കാണുമ്പോൾ പ്രകാശം എവിടെയെല്ലാം തട്ടി പ്രതിപദിച്ചാണ് നമ്മുടെ കണ്ണിലെത്തുന്നത്. ഇപ്പൊ ഇവിടെ എങ്ങനെയാണ്? ഇവിടെ പ്രകാശ സ്രോതസ് എന്ന് പറയുന്നത് സൂര്യനാണ്. സൂര്യനിലെ പ്രകാശം വന്ന് എന്താണ്, നമ്മുടെ മുഖത്തേക്ക് തട്ടുന്നു. നമ്മുടെ മുഖത്ത് തട്ടിയിട്ട് ആ പ്രകാശം എങ്ങോട്ട് പോകുന്നു? ദർപ്പണത്തിലേക്ക് പോകുന്നു. ദർപ്പണത്തിൽ നിന്ന് തിരിച്ച് പ്രകാശം നമ്മുടെ കണ്ണിലേക്ക് എത്തുന്നു. അങ്ങനെയാണ് നമുക്ക് നമ്മുടെ പ്രതിബിംബം ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഇവിടെ നോക്കിയേ, ഫ്ലോ ചാർട്ടില് സൂര്യന്റെ പ്രകാശം എങ്ങോട്ട് വരുന്നു? നമ്മുടെ മുഖത്തേക്ക് വന്ന് തട്ടുന്നു. മുഖത്തിൽ നിന്ന് പ്രതിപദിക്കുന്ന പ്രകാശം എങ്ങോട്ട് പോകുന്നു? കണ്ണാടിയിലേക്ക് പോകുന്നു. കണ്ണാടിയിൽ നിന്ന് പ്രതിപദിക്കുന്ന പ്രകാശം എങ്ങോട്ട് വരുന്നു? കണ്ണിലേക്ക് വരുന്നു. അങ്ങനെയാണ് നമുക്ക് നമ്മുടെ മുഖം കാണാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, നോക്കിക്കേ, ഇവിടെ നമുക്ക് വിവിധ ആകൃതിയിലുള്ള ദർപ്പണങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ടല്ലേ? അപ്പോൾ ഈ ദർപ്പണങ്ങളുടെ എല്ലാം ഉപരിതലത്തിന്റെ പ്രത്യേകത എന്താണ്? ഉപരിതലം നിരപ്പായ ദർപ്പണമാണ് സമതല ദർപ്പണം. സമതല ദർപ്പണത്തിൽ നമ്മുടെ പ്രതിബിംബം കാണാൻ കഴിയുന്നു. ഒരു സമതല ദർപ്പണത്തിന് മുന്നിൽ നിന്ന് ഇടത് കൈ ഉയർത്തി നോക്കൂ. പ്രതിബിംബത്തിന്റെ ഏത് കൈയാണ് ഉയരുന്നത്? നമുക്കറിയാം, നമ്മൾ ഇടത് കൈ ഉയർത്തുമ്പോൾ വലത് കൈ ഉയരുന്നതായിട്ടാണ് തോന്നുന്നത് അല്ലേ? അതുപോലെ തന്നെ വലത് കൈ ഉയർത്തുമ്പോൾ ഇടത് കൈയാണ് ഉയർത്തുന്നതായിട്ട് തോന്നുന്നത്. പ്രതിബിംബത്തിന്റെ ഏത് കൈയാണ് ഉയരുന്നത്? നമുക്കറിയാം, വലത് കൈ ഉയരുന്നതായിട്ട് തോന്നുന്നു. വെള്ള പേപ്പറിൽ ഇംഗ്ലീഷ് വലിയ അക്ഷരത്തിൽ നിങ്ങളുടെ പേരെഴുതി ദർപ്പണത്തിന് മുന്നിൽ കാണിക്കും. അപ്പൊ നമ്മൾ ഇംഗ്ലീഷ് വലിയ അക്ഷരത്തിൽ നമ്മുടെ പേരെഴുതി കാണിക്കുമ്പോൾ പേരെങ്ങനെയാണ് കാണുന്നത്? തിരിഞ്ഞാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അല്ലേ? അതുപോലെ തന്നെ നമ്മൾ ദർപ്പണത്തിന് മുന്നിൽ നിന്ന് നമ്മളുടെ വലത് സൈഡില്, കവിളിന്റെ വലത് സൈഡിൽ ഒരു പൊട്ട് തൊട്ടാൽ കണ്ണാടിയിൽ എങ്ങനെയാണ് കാണപ്പെടുന്നത്? കണ്ണാടിയിൽ അത് ഇടത് സൈഡിൽ പൊട്ട് തൊട്ടതായിട്ട് കാണപ്പെടും അല്ലേ? അപ്പൊ അതിന്റെ കാരണം എന്താണ്? നോക്കിക്കേ, പാർശ്വിക വിപര്യം. എന്താണ് പാർശ്വിക വിപര്യം എന്ന് പറഞ്ഞാൽ? സമതല ദർപ്പണത്തിൽ വസ്തുവിന്റെ വലതുഭാഗം പ്രതിബിംബത്തിന്റെ ഇടതുഭാഗമായും വസ്തുവിന്റെ ഇടതുഭാഗം പ്രതിബിംബത്തിന്റെ വലതുഭാഗമായും കാണപ്പെടുന്നു. ഈ പ്രതിഭാസമാണ് പാർശ്വിക വിപര്യം. ഇവിടെ നോക്കിക്കേ, ഈ ചിത്രത്തിൽ നമുക്ക് ആംബുലൻസ് കാണാം അല്ലേ? ആംബുലൻസിന്റെ ഫ്രണ്ടിൽ ഇതുപോലെ ലെറ്റർ തിരിച്ചെഴുതി വെച്ചേക്കുന്നത് എന്തുകൊണ്ടാ? നമുക്കറിയാം, ആംബുലൻസ് എന്ന് പറയുന്നത് എന്താണ്? ഒരു എമർജൻസി വണ്ടിയാണ് അല്ലേ? അപ്പോൾ ആംബുലൻസ് വരുമ്പോൾ മുന്നിൽ പോകുന്ന വാഹനങ്ങൾക്ക് ആംബുലൻസ് ആണ് വരുന്നതെന്നും കണ്ണാടിയിൽ നോക്കി ഇത് എളുപ്പത്തിൽ ആംബുലൻസ് എന്ന് വായിക്കാനും കഴിയും. അപ്പോൾ ഇവിടെ പാർശ്വിക വിപര്യമാണ് ഉപയോഗപ്പെടുത്തുന്നത്. ഓക്കെ, നോക്കിക്കേ, പ്രതിബിംബത്തിന്റെ അകലം. സമതല ദർപ്പണത്തിന്റെ മുന്നിൽ നിൽക്കൂ.
നിങ്ങളുടെ പ്രതിബിംബം എത്ര അകലെയാണ് കാണുന്നത്? അല്പം മുന്നിലേക്കും പിന്നിലേക്കും മാറി നിൽക്കൂ. പ്രതിബിംബത്തിന്റെ സ്ഥാനവും മാറുന്നില്ലേ? നമ്മൾ ദർപ്പണത്തിന് മുന്നിൽ നിന്ന് അങ്ങോട്ട് മാറുകയോ അല്ലെങ്കിൽ ഇങ്ങോട്ട് ദർപ്പണത്തിന്റെ അടുത്തേക്ക് വരികയോ ചെയ്യുകയാണെങ്കിൽ പ്രതിബിംബം അതിനനുസരിച്ച് മാറുന്നത് നമുക്ക് കാണാം അല്ലേ? ഇവിടെ ഒരു എക്സ്പെരിമെന്റ് പറയുന്നുണ്ട്. നോക്കിക്കേ, സമതല ദർപ്പണത്തിന് പകരം നമ്മൾ ഇവിടെ എന്താ എടുക്കുന്നത് നോക്കിക്കേ. സമതല ദർപ്പണത്തിന് പകരം ജനൽ ചില്ലുകളായി ഉപയോഗിക്കുന്ന റിഫ്ലക്റ്റീവ് ഗ്ലാസ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. എന്താ പറയുന്നത്? സമതല ദർപ്പണത്തിന് പകരം ജനൽ ചില്ലുകളായി ഉപയോഗിക്കുന്ന റിഫ്ലക്റ്റീവ് ഗ്ലാസ് ഉപയോഗിച്ചാൽ വസ്തുവിൽ നിന്ന് ദർപ്പണത്തിലേക്കുള്ള ദൂരവും ദർപ്പണത്തിൽ നിന്ന് പ്രതിബിംബത്തിലേക്കുള്ള ദൂരവും അളന്ന് പരിശോധിക്കാൻ കഴിയും. അപ്പോൾ എളുപ്പത്തിൽ നമുക്ക് എന്താണ് ദർപ്പണത്തിൽ നിന്ന് വസ്തുവിലേക്കുള്ള ദൂരവും ദർപ്പണത്തിൽ നിന്ന് പ്രതിബിംബത്തിലേക്കുള്ള ദൂരവും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ സമതല ദർപ്പണത്തിനേക്കാളും ഏറ്റവും യോജിച്ചത് എന്താണ്? ആ റിഫ്ലക്റ്റീവ് ഗ്ലാസ് ആണ്. അതാവുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഇവിടെ നോക്കിക്കേ, ഇവിടെ ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ അറേഞ്ച് ചെയ്യണം. അതാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. റിഫ്ലക്റ്റീവ് ഗ്ലാസ് ഡബിൾ സൈഡ് ടേപ്പ് ഉപയോഗിച്ച് മേശപ്പുറത്ത് കുത്തനെ നിർത്തുക. ഒരു A4 പേപ്പർ നെടുകെ കീറി 2 കഷ്ണങ്ങളാക്കുക. രണ്ടിലും തുല്യ അകലത്തിൽ വരയിട്ട് 1 മുതൽ 5 വരെ അക്കങ്ങൾ എഴുതുക. ചിത്രത്തിൽ കാണുന്നത് പോലെ റിഫ്ലക്റ്റീവ് ഗ്ലാസിന് മുന്നിലും പിന്നിലും പേപ്പറുകൾ വയ്ക്കുക. 3 എന്ന് രേഖപ്പെടുത്തിയ സ്ഥാനത്ത് ഒരു മെഴുകുതിരി കത്തിച്ച് വെക്കൂ. മറുഭാഗത്ത് 3 എന്ന് അടയാളപ്പെടുത്തിയ ഭാഗത്ത് ഒരു നാണയം വെക്കുക. ഇവിടെ ഒരു നാണയം വെക്കണം. കണ്ണാടിയിൽ കാണുന്ന പ്രതിബിംബം എവിടെയായിരിക്കും? അപ്പോൾ നമ്മൾ 3 എന്ന സ്ഥാനത്ത് പ്രതിബിംബം വെക്കുമ്പോൾ കണ്ണാടിയിൽ കാണുന്ന പ്രതിബിംബം എവിടെയായിരിക്കും? ഈ 3-ലായിരിക്കും അല്ലേ? ഇതുപോലെ വിവിധ സ്ഥാനങ്ങളിൽ മെഴുകുതിരി വെച്ച് പരീക്ഷണം ആവർത്തിക്കൂ. പ്രതിബിംബം കാണുന്ന സ്ഥാനത്തേക്ക് നാണയം മാറ്റിവെക്കൂ. അപ്പോൾ നമ്മൾ ഇപ്പോൾ 4-ലേക്ക് വെച്ചാൽ അതുപോലെ തന്നെ പ്രതിബിംബം ഇവിടെ കാണും, 4-ൽ കാണും. 5-ലാണെങ്കിൽ പ്രതിബിംബം ഇവിടെ കാണും, 5-ൽ കാണും. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് നാണയം നീക്കണം. അപ്പോൾ നമുക്ക് ഈ ഒരു എക്സ്പെരിമെന്റ് ചെയ്യുമ്പോൾ എന്താ മനസ്സിലാക്കാൻ കഴിയുന്നത്? വസ്തുവിൽ നിന്ന് ദർപ്പണത്തിലേക്കുള്ള ദൂരവും ദർപ്പണത്തിൽ നിന്ന് പ്രതിബിംബത്തിലേക്കുള്ള ദൂരവും എന്താണ്? തുല്യമായിരിക്കും. ഓക്കെ, നമ്മൾ അടുത്തായിട്ട് നോക്കുന്നത് പ്രതിബിംബത്തിന്റെ വലിപ്പമാണ്. അതിനു മുന്നേ റിഫ്ലക്റ്റീവ് ഗ്ലാസിനെ കുറിച്ച് ഒന്ന് മനസ്സിലാക്കി വെക്കണം. സമതല ദർപ്പണത്തിന് പകരം ഈ പരീക്ഷണങ്ങളിൽ നമ്മൾ ഉപയോഗിച്ചത് എന്താണ്? റിഫ്ലക്റ്റീവ് ഗ്ലാസ് ആണ്. അപ്പോൾ കഴിഞ്ഞ പരീക്ഷണത്തിന്റെ ബാക്കിയായിട്ടാണ് നമ്മൾ ഈ ഒരു പരീക്ഷണവും ചെയ്യുന്നത്. അപ്പോൾ എന്താ പറയുന്നത്? സമതല ദർപ്പണത്തിന് പകരം ഈ പരീക്ഷണങ്ങളിൽ റിഫ്ലക്റ്റീവ് ഗ്ലാസ് ആണ് ഉപയോഗിക്കുന്നത്. വീടുകളിലെ ജനാലച്ചില്ല ഉപയോഗിക്കുന്ന ഒരു പ്രത്യേകതരം ഗ്ലാസ് ആണ് റിഫ്ലക്റ്റീവ് ഗ്ലാസ്. റിഫ്ലക്റ്റീവ് ഗ്ലാസുകളിൽ സമതല ദർപ്പണങ്ങളെ പോലെ പ്രതിബിംബം ദൃശ്യമാണ്. അതുപോലെ തന്നെ പ്രകാശത്തെ ഭാഗികമായി കടത്തിവിടുമെന്നതും റിഫ്ലക്റ്റീവ് ഗ്ലാസിന്റെ പ്രത്യേകതയാണ്. അപ്പോൾ നമുക്കിതൊന്ന് വായിച്ചു നോക്കാം. നിങ്ങൾ നടത്തിയ പ്രവർത്തനം അതേ വലിപ്പമുള്ള മറ്റൊരു മെഴുകുതിരി കൂടി ഉപയോഗിച്ച് ആവർത്തിക്കൂ. ഇരുവശത്തും 3 എന്ന സ്ഥാനത്ത് ഓരോ മെഴുകുതിരി വയ്ക്കുക. ഒരു വശത്തു നിന്ന് നോക്കിയാൽ മറുഭാഗത്ത് രൂപപ്പെട്ട പ്രതിബിംബവും അവിടെ വെച്ച മെഴുകുതിരിയും ഒരേ സ്ഥാനത്ത് കാണുന്നില്ലേ? അപ്പൊ നമ്മൾ 3 എന്ന സ്ഥാനത്ത് ഒരു മെഴുകുതിരി വെക്കുന്നു. അതുപോലെ തന്നെ ഇപ്പുറത്തും 3 എന്ന സ്ഥാനത്ത് ഒരു മെഴുകുതിരി വെക്കുന്നു. നടുക്കായിട്ട് നമ്മൾ റിഫ്ലക്റ്റീവ് ഗ്ലാസ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ഭാഗത്തു നിന്ന് നമുക്ക് നോക്കുമ്പോൾ എന്താ കാണാൻ സാധിക്കുന്നത്? നമ്മൾ ഇവിടെ വെച്ച മെഴുകുതിരിയുടെ പ്രതിബിംബം നമുക്ക് ഇവിടെയായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ നമ്മൾ നോക്കുന്ന സൈഡിലെ മെഴുകുതിരിയുടെ അതേ വലുപ്പം തന്നെയായിരിക്കും പ്രതിബിംബത്തിന്റെയും കാണാൻ സാധിക്കുന്നത്. അടുത്ത് നോക്കിക്കേ, റിഫ്ലക്റ്റീവ് ഗ്ലാസിന്റെ ഒരു വശത്തുള്ള മെഴുകുതിരി കത്തിച്ചു നോക്കൂ. അതായത് നമ്മൾ ഇപ്പൊ ഈ ഒരു മെഴുകുതിരി കത്തിച്ചു നോക്കുകയാണ്. സ്കെയിൽ ഉപയോഗിച്ച് മെഴുകുതിരി നാളത്തിലേക്കുള്ള ഉയരം അളക്കൂ. നമ്മൾ മെഴുകുതിരി കത്തിച്ചു കഴിഞ്ഞ ശേഷം അതിന്റെ നാളം അളന്നു നോക്കാൻ പറയുന്നുണ്ട്. അതിനുശേഷം കൂട്ടുകാരുടെ സഹായത്തോടെ മറുഭാഗത്ത് സ്കെയിൽ വെച്ച് പ്രതിബിംബത്തിന്റെ നാളത്തിലേക്കുള്ള ഉയരവും അളന്നു നോക്കൂ. നമുക്കറിയാം ഇവിടെ റിഫ്ലക്റ്റീവ് ഗ്ലാസ് ഉണ്ട്. നമുക്ക് പ്രതിബിംബം എന്താണ് ഇവിടെയും രൂപപ്പെടും അല്ലേ? നമുക്ക് ഇവിടെ വെച്ച് വേണമെങ്കിൽ പ്രതിബിംബത്തിന്റെ നാളത്തിന്റെ ഉയരം അളന്നു നോക്കാം. മെഴുകുതിരിയുടെ വലിപ്പം വ്യത്യാസപ്പെടുത്തി പരീക്ഷണം ആവർത്തിക്കൂ. വസ്തുവിന്റെയും പ്രതിബിംബത്തിന്റെയും വലിപ്പം തുല്യമാണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആദ്യം തന്നെ മനസ്സിലായി വസ്തുവിന്റെയും പ്രതിബിംബത്തിന്റെയും വലിപ്പം ഒരേപോലെയാണെന്നും അതുപോലെ തന്നെ നമ്മൾ നാളം അളന്നു നോക്കിയപ്പോൾ എന്താണ് മനസ്സിലായത്?
കത്തുന്ന മെഴുകുതിരിയുടെയും അതുപോലെ തന്നെ അതിൻ്റെ പ്രതിബിംബത്തിൻ്റെയും നാളത്തിൻ്റെ നീളം ഒരേപോലെയാണ് അല്ലേ. അപ്പോൾ ഇത് ക്രോഡീകരിച്ച് പറഞ്ഞിട്ടുണ്ട്. സമതല ദർപ്പണത്തിലെ പ്രതിബിംബത്തിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? പ്രതിബിംബത്തിന് പാർശ്വിക വിപര്യം സംഭവിച്ചിരിക്കും. സമതല ദർപ്പണത്തിൽ വസ്തുവിൽ നിന്ന് ദർപ്പണത്തിലേക്കുള്ള ദൂരവും ദർപ്പണത്തിൽ നിന്ന് പ്രതിബിംബത്തിലേക്കുള്ള ദൂരവും തുല്യമായിരിക്കും. സമതല ദർപ്പണത്തിൽ വസ്തുവിന്റെ വലിപ്പം പ്രതിബിംബത്തിന്റെ വലിപ്പവും തുല്യമായിരിക്കും. നോക്കിക്കേ, പ്രതിബിംബങ്ങളുടെ എണ്ണം. സമതല ദർപ്പണത്തിലെ പ്രതിബിംബത്തിന്റെ സവിശേഷതകളാണ് ഇതുവരെ നമ്മൾ ചർച്ച ചെയ്തത്. ഒരു സമതല ദർപ്പണത്തിന് മുന്നിൽ ഒരു മെഴുകുതിരി കത്തിച്ചു വെച്ചാൽ ഒരു പ്രതിബിംബമാണ് കാണുന്നത്. എന്നാൽ അഭിമുഖമായി വച്ച രണ്ട് സമതല ദർപ്പണങ്ങൾക്കിടയിൽ ഒരു മെഴുകുതിരി കത്തിച്ചു വെച്ചാൽ എത്ര പ്രതിബിംബം കാണാൻ സാധിക്കും? അതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ അങ്ങനെ അറേഞ്ച് ചെയ്യാനൊക്കെ ഒരു എക്സ്പെരിമെന്റ് പറയുന്നുണ്ട്. ചിത്രത്തിൽ കാണിച്ചേക്കുന്നത് പോലെ നമ്മളൊരു മെഴുകുതിരി കത്തിച്ചു വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇവിടെയും ഇപ്പുറത്തെ സൈഡിലുമായിട്ട് എന്ത് വെക്കുന്നുണ്ട്? ദർപ്പണം, സമതല ദർപ്പണം വെക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്താ കാണാൻ സാധിക്കുന്നത്? ഒരുപാട് മെഴുകുതിരികൾ ഇങ്ങനെ കത്തിയിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇൻഫിനിറ്റിയാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത്രയധികം പ്രതിബിംബങ്ങൾ കാണാൻ കഴിഞ്ഞത് എന്ന് ചോദിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ്? ആവർത്തന പ്രതിപതനം മൂലമാണ് നമുക്ക് അങ്ങനെ കാണാൻ സാധിച്ചത്. അഭിമുഖമായി വെച്ച രണ്ട് ദർപ്പണങ്ങളിൽ മെഴുകുതിരിയുടെ അനേകം പ്രതിബിംബങ്ങൾ കാണാൻ സാധിച്ചത് പ്രകാശത്തിന്റെ ആവർത്തിച്ചുള്ള പ്രതിപതനം മൂലമാണ്. അപ്പോൾ ഇങ്ങനെ അനന്തമായ റെയിൽപാതകളും നിരന്നു നിൽക്കുന്ന പൂമരങ്ങളും നമുക്ക് ഈ രീതിയിൽ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നിത്യജീവിതത്തിൽ ആവർത്തന പ്രതിപതനം ഉപയോഗപ്പെടുത്തുന്ന ചില സന്ദർഭങ്ങളാണ് ബാർബർ ഷോപ്പ്, ടെക്സ്റ്റൈൽസ്, അതുപോലെ തന്നെ ജിമ്മ്, പിന്നെന്താണ് ടൈൽസിൻ്റെ കടയിലൊക്കെ ഇല്ലേ, അങ്ങനെ ഫർണിച്ചർ കട. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് എന്താണ് ഒരുപാട് ഭംഗി തോന്നും. അപ്പോൾ അതിനാണ് ഇങ്ങനെയൊക്കെ അവർ ചെയ്യുന്നത്. ഓക്കെ, കോണളവും പ്രതിബിംബങ്ങളുടെ എണ്ണവും. നമുക്ക് ഇവിടെ ഒരു പരീക്ഷണം ചെയ്യുന്നതിനെ കുറിച്ചാണ് പറഞ്ഞേക്കുന്നത്. എന്താണ്, നമ്മൾ കഴിഞ്ഞ ചിത്രത്തിൽ കണ്ടതുപോലെ തന്നെ തുല്യ വലിപ്പമുള്ള രണ്ട് സമതലങ്ങൾ സെല്ലോ ടേപ്പ് ഉപയോഗിച്ച് ഒട്ടിച്ചു വെക്കണം. ഒരു ചെറിയ പന്ത് നടുവിൽ വെച്ച് പ്രതിബിംബങ്ങളുടെ എണ്ണം നിരീക്ഷിക്കുക. ദർപ്പണങ്ങൾ വിവിധ കോണുകളിൽ ക്രമീകരിച്ച് പ്രതിബിംബങ്ങളുടെ എണ്ണം വ്യത്യാസപ്പെടുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കണം. ഓക്കെ, നോക്കിക്കേ, ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന പോലെ പ്രൊട്രാക്ടർ നിർമ്മിച്ച് കണ്ണാടിയുടെ അടിഭാഗത്ത് വെക്കാൻ പറഞ്ഞിട്ടുണ്ട്. കണ്ടോ, ഇവിടെ അടിഭാഗത്ത് വെക്കാൻ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് കണ്ണാടികൾ തമ്മിലുള്ള കോണളവും പ്രതിബിംബങ്ങളുടെ എണ്ണവും കണ്ടെത്തി പട്ടിക പൂർത്തിയാക്കാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഈ ഒരു എക്സ്പെരിമെന്റ് ചെയ്യുമ്പോഴാണ് പ്രതിബിംബങ്ങളുടെ എണ്ണം കിട്ടുന്നത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? പ്രതിബിംബങ്ങളുടെ എണ്ണം കിട്ടാൻ നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്ക് ഇവിടെ ചെയ്യാം. ഇത് ക്ലാസ് റൂമിൽ കുട്ടികൾ ചെയ്യുമ്പോൾ അവർക്ക് എക്സ്പെരിമെന്റ് ചെയ്തിട്ട് അവർ ആൻസർ കണ്ടുപിടിക്കും. അതുകൂടാതെ നമുക്ക് എന്താണ് എക്സ്പെരിമെന്റ് നമുക്ക് എക്സാമിന് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇതുപോലെ ഇക്വേഷൻ ഉപയോഗിച്ചിട്ടാണ് പ്രതിബിംബങ്ങളുടെ എണ്ണം കാണുന്നത്. അതേതാണ്? കോണളവ് x ആണെങ്കിൽ പ്രതിബിംബങ്ങളുടെ എണ്ണം കാണാൻ ഇക്വേഷൻ 360 ഡിവൈഡഡ് ബൈ x മൈനസ് 1 ആണ്. ഇവിടെ നമുക്ക് 30 കാണിച്ചിട്ടുണ്ട്. കോണളവ് നമുക്ക് നോക്കാം. 360 ഡിവൈഡഡ് ബൈ 30. നമ്മൾ എങ്ങനെയാണ് 0 0 വെട്ടിക്കളയും. പിന്നെ ഇവിടെ 1, പിന്നെ 12. നമ്മൾ 1 കുറയ്ക്കുമ്പോൾ നമുക്ക് പ്രതിബിംബങ്ങളുടെ എണ്ണം എത്ര കിട്ടും? 11 എന്ന് കിട്ടും. അപ്പോൾ പ്രതിബിംബങ്ങളുടെ എണ്ണം എത്രയാണ്? 11. അതുപോലെ തന്നെ അടുത്ത നമുക്ക് ചെയ്ത് നോക്കാം. 360 ഡിവൈഡഡ് ബൈ 60. 60 ഓൾറെഡി കൊടുത്തിട്ടുണ്ട്, എന്നാലും ചെയ്ത് നോക്കാം. 0 0 ക്യാൻസൽ ചെയ്യും. 6 6 36 കിട്ടും. 6ൽ നിന്ന് 1 കുറച്ചാൽ നമുക്ക് 5 എന്ന് കിട്ടും. അതുപോലെ തന്നെ 360 ഡിവൈഡഡ് ബൈ 90. ഇവിടെ 0 0 ക്യാൻസൽ ചെയ്യും. 9 4 36 കിട്ടും. 4ൽ നിന്ന് 1 കുറച്ചാൽ നമുക്ക് എത്ര കിട്ടും? 3 കിട്ടും അല്ലേ? പ്രതിബിംബങ്ങളുടെ എണ്ണം അപ്പോൾ എത്രയാണ്? 3. അതുപോലെ തന്നെ 360 ഡിവൈഡഡ് ബൈ 120. 0 0 നമ്മൾ ക്യാൻസൽ ചെയ്തു. 12 3 ആണ് 36. അതിൽ നിന്ന് 1 കുറയ്ക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 2 കിട്ടും. അവിടെ പ്രതിബിംബങ്ങളുടെ എണ്ണം എത്രയാണ്? 2. അപ്പോൾ ദർപ്പണങ്ങൾക്കിടയിലെ കോണളവും പ്രതിബിംബങ്ങളുടെ എണ്ണവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ ദർപ്പണങ്ങൾക്കിടയിലെ കോണളവ് നമ്മൾ വ്യത്യാസപ്പെടുത്തുമ്പോൾ എന്ത് സംഭവിക്കുന്നുണ്ട്? പ്രതിബിംബങ്ങളുടെ എണ്ണത്തിലും വ്യത്യാസം വരുന്നുണ്ട്. കോണളവ് കൂടുമ്പോൾ പ്രതിബിംബങ്ങളുടെ എണ്ണത്തിൽ എന്ത് വ്യത്യാസമാണ് വരുന്നത്? കോണളവ് കൂടുമ്പോൾ പ്രതിബിംബങ്ങളുടെ എണ്ണം എന്ത് ചെയ്യുന്നുണ്ട്?
കുറയുന്നുണ്ട്. അതുപോലെ തന്നെ കോണളവ് കുറയുമ്പോൾ എന്താ ചെയ്യുന്നത്? പ്രതിബിംബങ്ങളുടെ എണ്ണം കൂടുന്നുണ്ട്. ഓക്കെ, നോക്കിക്കേ, ദർപ്പണത്തിലെ മായാ കാഴ്ചകൾ. ഇവിടെ കാലിഡോസ്കോപ്പും അതുപോലെ തന്നെ പെരിസ്കോപ്പും ഒക്കെ നിർമ്മിക്കുന്ന രീതിയാണ് കൊടുത്തേക്കുന്നത്. ഇത് വേണമെങ്കിൽ ഒന്ന് വായിച്ചു നോക്കണേ. ഓക്കെ, ആഴക്കടലിൽ സഞ്ചരിക്കുന്ന മുങ്ങിക്കപ്പലുകളിലെ നാവികർക്കും യുദ്ധമുഖത്തെ ട്രെഞ്ചിനിലിരുന്ന് ശത്രുക്കളെ നിരീക്ഷിക്കുന്ന പട്ടാളക്കാർക്കും പെരിസ്കോപ്പ് പ്രയോജനപ്പെടുന്നുണ്ട്. ഓക്കെ, നമ്മൾ പ്രകാശത്തെക്കുറിച്ച് ഒട്ടേറെ കാര്യങ്ങൾ മനസ്സിലാക്കി. പ്രകാശമില്ലാതെ ഒരു ലോകം നമുക്ക് സങ്കല്പിക്കാനാകില്ല. ഇത്രയേറെ പ്രാധാന്യമുള്ള പ്രകാശം അമിതമാകുന്നത് മൂലം മനുഷ്യരുൾപ്പെടെയുള്ള മറ്റു പല ജീവികൾക്കും പ്രയാസങ്ങൾ നേരിടുന്നുണ്ട്. ഇവിടെ നോക്കി, ഇവിടെ ഒരു ചിത്രം കാണിച്ചിട്ടുണ്ട്. മൂങ്ങ എന്താ പറയുന്നത്? റോഡിലുള്ള ഈ വലിയ വെളിച്ചം കാരണം രാത്രിയായിട്ടും എനിക്ക് കാണാൻ സാധിക്കുന്നില്ലല്ലോ, കണ്ണ് കാണാൻ സാധിക്കുന്നില്ലല്ലോ, എങ്ങനെയാണ് പുറത്തിറങ്ങുന്നത്? അപ്പോൾ നമുക്കറിയാം മൂങ്ങയുടെ പ്രത്യേകത എന്താണ്? മൂങ്ങ രാത്രിയിലാണ് ഇര തേടാൻ പുറത്തിറങ്ങുന്നത് അല്ലേ? പകൽ വെളിച്ചത്തിൽ മൂങ്ങയ്ക്ക് കണ്ണ് കാണത്തില്ല. അപ്പോൾ രാത്രിയിലെ അമിതമായ പ്രകാശം അവയെ വളരെ ദോഷകരമായിട്ട് ബാധിക്കുന്നുണ്ട്. മൂങ്ങയെ മാത്രമല്ല, അതുപോലെ പല ജീവികളെയും ഇത് ബുദ്ധിമുട്ടിപ്പിക്കുന്നുണ്ട്. നോക്കിക്കേ, പ്രകാശ മലിനീകരണം. അമിതമായ അളവിലും വിവേചനരഹിതമായ രീതിയിലുമുള്ള പ്രകാശത്തിന്റെ ഉപയോഗത്തെയാണ് പ്രകാശ മലിനീകരണം എന്ന് പറയുന്നത്. പ്രകാശിക ഉപകരണങ്ങളുടെ അമിതമായ ഉപയോഗം ഊർജ ഉപയോഗം വർദ്ധിപ്പിക്കുകയും ഊർജ പ്രതിസന്ധി സൃഷ്ടിക്കുകയും ചെയ്യുന്നു. അതോടൊപ്പം ഇരുട്ടിനെ ഇല്ലാതാക്കും വിധം പ്രകാശം വിതർന്ന ഒട്ടേറെ സ്രോതസ്സുകൾ ഇന്ന് നാം ഉപയോഗിക്കാറുണ്ട്. നഗരങ്ങളിലും പാർക്കുകളിലും രാത്രി മുഴുവൻ പ്രകാശിച്ചു നിൽക്കുന്ന നിയോൺ ബൾബുകളും മറ്റും നമ്മൾ കണ്ടിട്ടുണ്ട്. ഇരുട്ടിൽ ഇര തേടുന്ന ഒട്ടേറെ ജീവികൾക്ക് ഈ വെളിച്ചം ദോഷകരമാകാറുണ്ട്. അവരും ഈ ഭൂമിയുടെ അവകാശികളാണ്. തെളിഞ്ഞ രാത്രികളിൽ മാത്രം കാണാവുന്ന പല ആകാശ കാഴ്ചകളും മനുഷ്യർക്ക് നഷ്ടമാകുന്നതിനും രാത്രിയിലെ തീവ്രമായ പ്രകാശം കാരണമാകാറുണ്ട്. പിന്നെ പ്രകാശ മാലിന്യം കുറയ്ക്കാനുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്ന സംഘടനയാണ് ഇന്റർനാഷണൽ ഡാർക്ക് സ്കൈ അസോസിയേഷൻ. ഇന്റർനാഷണൽ ഡാർക്ക് സ്കൈ വീക്ക് ആചരിക്കുന്നത് എപ്പോഴാണ്? എല്ലാ വർഷവും ഏപ്രിൽ മാസത്തിലെ കറുത്തവാവ് വരുന്ന ആഴ്ചയിലാണ്. പിന്നെ പ്രകാശ മലിനീകരണത്തിന്റെ അനന്തര ഫലങ്ങൾ കൂടെ മനസ്സിലാക്കി വെക്കുക. ജീവജാലങ്ങളുടെ സ്വാഭാവിക ജീവിതക്രമത്തെ പ്രതികൂലമായി ബാധിക്കുന്നു. ആകാശക്കാഴ്ച മറയ്ക്കുന്നത് മൂലം വാന നിരീക്ഷണം അസാധ്യമാക്കുന്നു. ഉയർന്ന ഫ്ലാറ്റുകളിലെ പ്രകാശം ദേശാടന പക്ഷികളുടെ ദിശ തെറ്റിക്കുന്നു. വാഹനങ്ങളുടെ ഹെഡ്ലാമ്പുകളിൽ നിന്നുള്ള ഹൈ ബീമിന്റെ അമിത പ്രകാശം മറ്റുള്ളവരുടെ കാഴ്ചയ്ക്ക് തടസ്സമുണ്ടാക്കുകയും അതുവഴി അപകടമുണ്ടാക്കുകയും ചെയ്യുന്നു. പിന്നീട് രാത്രിയിൽ നമ്മളിങ്ങനെ ലൈറ്റ് ഇട്ട് വെച്ചേക്കുന്നതൊക്കെ തേനീച്ച പോലുള്ള ജീവികളൊക്കെ അവരുടെ ജീവൻ നഷ്ടപ്പെടാനും സാധ്യതയുണ്ട്. ഓക്കെ, അതുകൊണ്ട് നമ്മൾ കഴിവതും പ്രകാശം ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കുക, അമിതമായിട്ട് ഉപയോഗിക്കാതിരിക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഒരു ചാപ്റ്റർ കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, താങ്ക് യു.